സാംസങ്ങിൻ്റെ പുതിയൊരു ഡിവൈസ്, അതായത് സാംസങ് എസ് സീരീസിൽ ഒത്തിരി പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. എ സീരീസിൽ ഒത്തിരി എസ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. A50s, A30s, അതുപോലെ A70s, അതുപോലെ ലീസ്റ്റ് 10,000 താഴെ A10s എന്ന് പറഞ്ഞ മോഡൽ. അതുപോലെ A10s ശേഷം സാംസങ് പുതുതായി പുറത്തിറക്കിയൊരു ഫോണാണ് A20s. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ വിശേഷങ്ങളും സ്പെസിഫിക്കേഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഡിവൈസ് സാംസങ് ഗാലക്സി A20s. അപ്പോൾ നമുക്കിനി പാക്കിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. പാക്കിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ സാംസങ് ഗാലക്സി A20s എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് 32 GB ആണ് വേരിയൻറ്റ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് വരുമ്പോൾ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. നമ്മുടെ പുതുതായി സാംസങ് ഇറക്കിയ ഫോണിനകത്ത് മൊത്തം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പായിരുന്നു. ഈ ഫോണിനകത്തും സാംസങ് കമ്പനിയും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. ബാക്കി സ്പെസിഫിക്കേഷനിലോട്ട് നോക്കുകയാണെങ്കിൽ 2 സിമ്മും 4G ഉപയോഗിക്കാനുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാമറ സെറ്റപ്പ് വരുന്നത് 13 മെഗാ പിക്സൽ, അതുപോലെ 5 മെഗാ പിക്സൽ, അതുപോലെ 8 മെഗാ പിക്സൽ, അങ്ങനെ 3 ക്യാമറ. സെൽഫി ഭാഗത്ത് 8 മെഗാ പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിട്ടിയേക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് 3GB 32 GB വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഒട്ടുന്ന സമയം കളയാതെ അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു കവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ കവറിൻ്റെ കൂട്ടത്തിൽ കേസും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല, കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെയാണ്. അതായത് നമുക്ക് ഡിവൈസാണ് കിട്ടുന്നത്. ഡിവൈസിലോട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് പാക്കറ്റിൽ എന്തൊക്കെയാണ് നോക്കാം. പാക്കറ്റിലൊരു ഫാസ്റ്റ് ചാർജർ, നമുക്ക് 15 വോട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് കമ്പനി നൽകുന്നുണ്ട് പാക്കറ്റിൽ തന്നെ. അതോടൊപ്പം ഒരു C ടൈപ്പ് ചാർജിങ് കോഡും നമുക്ക് ഇതിനോട് ലഭിക്കുന്നുണ്ട്. അതുപോലെ സിമ്മ് ചെക്ക് ചെയ്യാനുള്ള ടൂളും കാര്യങ്ങളും ഹെഡ്ഫോണുമാണ് നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ ജസ്റ്റ് ഡിവൈസൊക്കെ ഒന്ന് സ്ട്രാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ ഗ്ലാസ് ആണെന്ന് തോന്നിക്കത്ത രീതിയിലുള്ളൊരു പ്ലാസ്റ്റിക് കോട്ടിങ് നമുക്ക് ബാക്ക് സൈഡിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ. നമുക്കിനി 1 by 1 ആയിട്ട് ഫോണിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ് നോക്കാം. നമുക്ക് ബാക്ക് സൈഡിൽ തന്നെ തുടങ്ങാം. ബാക്ക് സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും അതോടൊപ്പം 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് നമ്മുടെ ഫോണിൽ നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നത്. അതോടൊപ്പം ബാക്ക് സൈഡിൽ സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ്ങും അതുപോലെ ഒരു ഫിംഗർ പ്രിൻറ്റും ലഭിക്കുന്നു. A20s ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് അല്ല. അതായത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം സൈഡ് ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു പവർ ബട്ടണും അതുപോലെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു വോളിയം റോക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ടൈപ്പ് C ചാർജിങ് സ്ലോട്ടും അതോടൊപ്പം ഓഡിയോ 3.5 mm ഒരു ഓഡിയോ ജാക്കും നമുക്ക് ലഭിക്കുന്നു. നമുക്കിനി നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടപ്പ് ആയിരിക്കുകയാണ്. നല്ലൊരു ഡിസൈനും കാര്യങ്ങളുണ്ട്. ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒരു പ്രത്യേകതരം ഡിസ്പ്ലേ അനുഭവം നമുക്ക് നമ്മുടെ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഇതിൻ്റെ സ്പെക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനകത്ത്. അതോടൊപ്പം ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒക്ടോകോർ സ്നാപ്ഡ്രാഗൺ 450 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. മറ്റുള്ള ഫോണിൽ നിന്നും അപേക്ഷിച്ച് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ് നമുക്ക് A20s സാംസങ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫി ഭാഗത്ത് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ് അടുത്ത് നോക്കുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് 4000 mAh 15 വോട്ട് ഫാസ്റ്റ് ചാർജർ അടങ്ങിയ ഒരു ബാറ്ററി പാക്കപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ടൈപ്പ് C കേബിൾ തന്നെയാണ്. A20 ടൈപ്പ് C അല്ലായിരുന്നു. അത് A20s നമുക്ക് ടൈപ്പ് C ആണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് പൈ തന്നെയാണ്. സാംസങ്ങിൻ്റെ One UIയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ നല്ലൊരു മികച്ച ഫോണായിട്ട് തന്നെ നമുക്ക് A20s നമുക്ക് കാണാം. അപ്പോൾ സാംസങ്ങിയുടെ പുറത്തിറക്കിയ എല്ലാ ഫോണിനും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്, ഒരേ ഡിസൈനിൽ തന്നെയാണ്. അത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഫോണാണ്. അത്യാവശ്യം നല്ല പ്രോസസ്സറും കാര്യങ്ങളും വെച്ചുകൊണ്ട് നല്ലൊരു പെർഫോമൻസും ഈ ഫോണിൽ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്യാമറയൊക്കെ നല്ലതായിരുന്നു. അതോടൊപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഫോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. 3GB 32 GB, അതുപോലെ 4GB 32 GB, ഓക്കെ 64GB 4GB 64GB. അപ്പോൾ അതിനകത്ത് 3GB വേരിയൻറ്റിന് 12,000 റുപ്പീസിനും അതുപോലെ 4GB വേരിയൻറ്റിന് 13,000 റുപ്പീസുമാണ് നമുക്ക് ഫോണിൻ്റെ വില വരുന്നത്. അപ്പോൾ ബാക്കി വിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
പിന്നെ നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ ഓക്സിജൻ ആണ്. ഓക്സിജൻ ചെങ്ങന്നൂരിലാണ് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ഈ ഓക്സിജൻ ചെങ്ങന്നൂർ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഈ ഫോൺ മാത്രമല്ല വേറെ ഏതെങ്കിലും സ്മാർട്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജനെ ബന്ധപ്പെടാൻ താഴെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് കൊടുത്തിട്ടേ പോകാവും. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ നല്ലൊരു ടെക്നോളജി അല്ലെങ്കിൽ വ്ളോഗിംഗ് യൂണിറ്റ് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ signing off.